പണ്ട് പിണ്ടിയില് തവികള് സ്പൂണൊക്കെ വെച്ചിട്ടാണ് തിരി തെളിയിക്കാറ് എന്നൊക്കെ പറയില്ല. ഇതാ ഇവിടെ ആ സ്പൂണൊക്കെ വെച്ചിട്ടാണ് തിരി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റേ തനതായ പിണ്ടിയിലുള്ള പിണ്ടി പെരുന്നാൾ ആഘോഷം. നിങ്ങളെല്ലാരും വിരുന്ന് വന്നതാണോ ഇവിടെ പിണ്ടി പെരുന്നാളിന്? ഈ പിണ്ടി പെരുന്നാളിന്റെ സമയത്ത് കുന്നംകുളത്ത് നല്ല തിരക്കാണ് അല്ലേ? നിങ്ങൾ കുറെ പേര് വിരുന്നുകാരൊക്കെ ഉണ്ടെന്നോട് വീട്ടില്? എറണാകുളത്ത് നിന്ന് പിണ്ടി പെരുന്നാളിനായിട്ട് ആഘോഷിക്കാൻ വന്നത്. അമ്പമ്പോ അപ്പൊ ഇവിടുത്തെ ആഘോഷം ചെറുതല്ല. എല്ലാ വർഷവും ഇതുപോലെ വരാറുണ്ട്? എല്ലാ വർഷം വരാറുണ്ട്. ഇതെന്റെ അമ്മയുടെ വീടാണ്. അപ്പൊ ഞങ്ങൾ എല്ലാ വർഷം വരും. ഈ പിണ്ടി പെരുന്നാളിന് ഏറ്റവും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത് എന്താ? ഈ ഡെക്കറേഷൻസും പിന്നെ ഈ പിണ്ടി കത്തിക്കുന്ന ആ ഒരു ആഘോഷമൊക്കെ അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. എറണാകുളത്തുണ്ടോ പിണ്ടി പെരുന്നാള്? എറണാകുളത്തൊന്നും ഇല്ല, ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക പെരുന്നാൾ. അതെ, നമ്മള് വീട്ടിലെ ആൾക്കാർ തന്നെയാണല്ലേ. പേരെന്താ? സ്നേഹ. സ്നേഹ. ചേട്ടന്റെ പേര്? എന്റെ ഒരു ഏബൽ. പേരെന്താ? സ്നീയ. സ്നീയ വിളക്കൊക്കെ കഴുത്തുന്നു. പല സ്ഥലത്തും നമ്മളിങ്ങനെ മാലവൾപ്പൊക്കെ ചുറ്റിയിട്ടുള്ള വിളക്കാണ് അല്ലേ? ഇവിടെ എപ്പോഴും പഴയ രീതിയിലുള്ള പിണ്ടി പെരുന്നാൾ ആഘോഷമാണ്. അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അപ്പൊ പറഞ്ഞു ഞാൻ ചെയ്തു എന്നുള്ളതാണല്ലേ. പക്ഷെ ഇതിനാണല്ലേ ഒരു കുറച്ചുകൂടെ ഒരു നമുക്ക് എന്താ ഒരു സന്തോഷം തോന്നുന്നത് ഇങ്ങനത്തെ വിളക്ക് കാണുമ്പോഴാണ്, കത്തിക്കുമ്പോഴും അല്ലേ? ഇലക്ട്രിക് ലൈറ്റ് ഒക്കെ ആണെങ്കിൽ അതിങ്ങനെ ചുറ്റി വെച്ചാൽ കഴിഞ്ഞു. പക്ഷെ ഇതാവുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ഡെക്കറേഷനിൽ പാട്ടാവുന്നു, ഇതിങ്ങനെ കത്തിക്കുന്നു. കെടും എന്നുള്ളത് ശരിയാണ്, വേഗം കെട്ടുപോകും, എന്നാലും അത് വീണ്ടും കത്തിക്കുന്നു. ഇങ്ങനെ എല്ലാവരും കൂടെ കസിൻസ് ഒക്കെ കൂടെ ഒരു പ്രത്യേക ആഘോഷമാണ് അല്ലേ. പേരെന്താ? ഏഞ്ചൽ. ഏഞ്ചലിന് ഈ പിണ്ടി പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? പടക്കൊക്കെ പൊട്ടിക്കാം, പിന്നെ ഇങ്ങനെ കത്തിക്കാം, പിന്നെ എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദർ ആണല്ലോ. അപ്പൊ അങ്ങനെ എല്ലാവരും ആഘോഷമാണ്. കുന്നംകുളത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും നിറയെ ആളുകളാണ്, ബഹളാണ്, സന്തോഷമാണ്, ചിരികളാണ്. അപ്പൊ അത് കാണുന്ന സമയത്ത് നമ്മൾ ഈ കാണാനായിട്ട് വരുന്ന ആളുകൾക്ക് ഒരുപാട് സന്തോഷം തോന്നും. കുന്നംകുളത്തെ പിണ്ടി പെരുന്നാൾ ഒരു ഒന്നൊന്നര പെരുന്നാൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പൊ എന്തായാലും പണികൾ നടക്കട്ടെ.